ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വയലറ്റ് ചെത്തി അഥവാ വയലറ്റ് ഇക്സോറ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് നമ്മുടെ ചെത്തി പൂക്കളുമായിട്ട് നല്ല സാദൃശ്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഇലകൾ കണ്ടാലും പൂങ്കുലകൾ കണ്ടാലും കൂടുതലും നമ്മുടെ കനകാംബരത്തിനോട് സാദൃശ്യമുള്ളതായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ പൂങ്കുലകൾ ഇങ്ങനെ ഉണ്ടാകും. താഴെ നിന്ന് മുകളിൽ വരെ ഓരോ പൂങ്കുലയിലും താഴെ നിന്ന് പ്രായമായ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയിട്ട് മുകൾ വശം വരെ പുതിയ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നിറച്ച് പൂക്കൾ ഇങ്ങനെ ഉണ്ടാകുന്ന കാണാനായിട്ട് വളരെ മനോഹരമാണ്. ഇല കാണാത്ത വിധത്തിൽ നിറച്ച് പൂക്കളുണ്ടാകും. ഇത് ഏകദേശം നമ്മുടെ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ തരുന്നത്. ഇത് വളരെ എളുപ്പമാണ് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്. ഇളം തണ്ടുകൾ നമുക്ക് നട്ട് പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാം. അതുകൂടാതെ ഈ പൂങ്കുലകളിൽ നിന്നെല്ലാം പുതിയ വിത്തുകൾ താഴെ വീണിട്ട് അങ്ങനെയും നമുക്ക് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ്. നല്ല വെയിലുള്ളിടത്ത് നടുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇത് ഫ്ലവർ തരും. ഇതിൻ്റെ പരിചരണം എന്നൊക്കെ പറയുന്നത് വളരെ എളുപ്പമാണ്. അധികം വളമൊന്നും ഇല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഫ്ലവർ തരും. വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇത് നിറഞ്ഞ് പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇതൊരു സീസണൽ ഫ്ലവർ ആയിട്ടാണ് തോന്നുന്നത്. ഈ 3 മാസം ഒഴിച്ച് ബാക്കിയുള്ള സമയത്തൊന്നും അധികം പൂക്കൾ അങ്ങനെ കാണാറില്ല. ഇപ്പം ഒരുവിധപ്പെട്ട ഗാർഡനിലൊക്കെ ഇതിൻ്റെ തൈകൾ വിൽപ്പനയ്ക്കുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ആ ഗാർഡനിൽ നിന്നൊക്കെ വാങ്ങിച്ച് വെക്കുക. അല്ലാത്തവരൊക്കെ ഇതിൻ്റെ തൈ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പ് നട്ട് പുതിയ ചെടികളൊക്കെ വെക്കാൻ നോക്കുക. ഗാർഡൻ കളർഫുൾ ആക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണിത്. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.